യേശു അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രിയപുത്രൻ, ആദിയിൽ ദൈവത്തിൽ നിന്ന് ഉളവാക്കപ്പെട്ടവൻ, ദൈവത്തോടുകൂടെ വസിച്ചവൻ. പിതാവും പുത്രനും ഒന്നാണ്. പുത്രനിൽ വിശ്വസിക്കുന്നതിന് പിതാവുമുണ്ട്, പുത്രനുമുണ്ട്. പുത്രനില്ലാത്തവർക്ക് പിതാവുമില്ല, പുത്രനുമില്ല. മനുഷ്യർ ദൈവരാജ്യത്തിൽ ദൈവത്തോടൊപ്പം നിത്യമായി ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവഹിതം നിറവേറ്റുന്നതിനായി യേശുവിനെ മനുഷ്യപുത്രനായി ദൈവം ഭൂമിയിലേക്ക് അയക്കുകയും കുരിശിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട യേശുവിനെ ദൈവം മൂന്നാം നാൾ ഉയർപ്പിക്കുകയും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും അവകാശിയാക്കുകയും മനുഷ്യരുടെ ദൈവവുമാക്കി ഉയർത്തി. തൻ്റെ പ്രിയപുത്രനായ യേശുവിനെ ദൈവവും രക്ഷകനുമെന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുമെന്ന് ദൈവം മനുഷ്യർക്ക് മഹാവാഗ്ദാനം നൽകിയിരിക്കുന്നു. യോഹന്നാൻ 3:15-18 വരെ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഞാൻ യേശു കർത്താവിനെയും ദൈവാത്മാവായ പരിശുദ്ധാത്മാവിനെയും കാണുകയും ദൈവവും യേശു കർത്താവും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഏത് സംശയവും ചോദിക്കുക. ദൈവത്തിലും പ്രിയപുത്രനായ യേശുവിനും വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുക. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ നൽകപ്പെട്ടത് യേശു എന്ന നാമം മാത്രം. മനുഷ്യർ ദൈവത്തിൻ്റെ മക്കളാണ്. മക്കളോടുകൂടെ ദൈവം രാജ്യത്തിൽ നിത്യമായി ജീവിക്കുവാൻ പിതാവാൻ ദൈവം ആഗ്രഹിക്കുന്നു. നിത്യജീവൻ നഷ്ടപ്പെടുത്തരുത്. സ്വർഗവും നരകവും ഇല്ലെന്ന് പിശാച് പഠിപ്പിക്കുന്നു. പിശാച് ആദ്യം മുതൽ മനുഷ്യരെ വെറുക്കുന്നു. അവൻ വഞ്ചകനും കള്ളം പറയുന്നവനും എല്ലാ കള്ളത്തരത്തിൻ്റെയും അപ്പനും ദൈവമുൻപാകെ മനുഷ്യരെ സദാ കുറ്റപ്പെടുത്തുന്ന അപവാദിയും കൊലപാതകനും ആകുന്നു. മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുകയും പാപികളെ കൊന്ന് അവരുടെ ആത്മാവിനെ അവനോടുകൂടെ നരകത്തിൽ പീഡനമേൽക്കണമെന്ന് പിശാച് ആഗ്രഹിക്കുന്നു. അതിനാൽ ദൈവകൽപ്പനകളെ അവൻ വെറുക്കുന്നു. മനുഷ്യരെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. നിത്യനരകത്തിൽ പിശാചിനോടും അവൻ്റെ കൂട്ടാളിയോടുമൊപ്പം പീഡനമേൽക്കരുത് എന്നപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ.